ഹായ്, ഞാൻ സുജിത രതീഷ് ഫ്രം sujiscooking.com. ഇന്ന് നമ്മൾക്ക് നല്ല ഓതൻറ്റിക് ആയിട്ടുള്ള ചിക്കൻ 65 തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ക്ലാസിക് സ്റ്റൈലിലുള്ള ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ 65 ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 450 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കഴുകി ഒട്ടും വെള്ളമില്ലാതെ വേണം എടുക്കാൻ കേട്ടോ. ഇതിലേക്ക് നമ്മൾക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ആണെങ്കിൽ വളരെ നല്ലത്. ചിക്കൻ 65ന് ഒരു നല്ല കളർ കിട്ടാൻ അത് സഹായിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ 65ന് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക് കേട്ടോ. അത് നിർബന്ധമായും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത്, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ്. എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു അരമണിക്കൂർ നന്നായിട്ട് കവർ ചെയ്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ വെക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കനിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത്, കൃത്യമായിട്ട് 2 ടേബിൾ സ്പൂണാണ് കേട്ടോ, അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാതെ ചിക്കനിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് വേവാത്ത മാതിരി ഇരിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചീനച്ചട്ടി. അത് ചൂടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് നല്ലത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ ആണ്, ഷാലോ ഫ്രൈ ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലായ ചിക്കൻ കരിഞ്ഞു പോകും. പിന്നെ ഫ്രൈ ചെയ്ത് കഴിയുന്നവരെ ഒരേ ചൂടിൽ തന്നെ വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ഓവർ ക്രൗഡാക്കി ചിക്കൻ ഇടണ്ട, കുറേശ്ശെ വറുത്തെടുത്താൽ മതി. അതുപോലെ ഒരു വശം കുക്കായതിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. കോരിയെടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, ചൂടോട് കൂടി തന്നെ കോരിയെടുക്കണം. അപ്പോഴേ ചിക്കനിലെ ഏറ്റവും കുറവ് എണ്ണ ആയിട്ട് നമുക്ക് കോരിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ ബാച്ചായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ നല്ല കരികരിപ്പായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പോൾ ചിക്കൻ ഡ്രൈ ഫ്രൈ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സീസണിങ് ചെയ്തെടുക്കണം. 65ൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അതാണ്. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും, ഒരു 4 പച്ചമുളക് ഇതുപോലെ നീളത്തിലരിഞ്ഞത്, ഒരു 2-3 പട്ട കറിവേപ്പില എന്നിവയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇടത്തരം ചൂടിലൊന്ന് മൂപ്പിച്ചെടുക്കണം. വല്ലാതെ ഫ്രൈ ആവണ്ട, കറിവേപ്പിലേക്ക് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നല്ലതാണ്. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കാം. ഇതാണ് ഈ ചിക്കൻ 65ൻ്റെ ആ ഒരു സ്മെല്ല് ഇപ്പം നമ്മുടെ വീട് മുഴുവൻ ഉണ്ടാവും. അതേ ഒരു പെർഫെക്റ്റ് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സ്മെല്ല്. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ ശ്രമിക്കുക. ചൂടോടുകൂടിയാണ് 65 നല്ല ടേസ്റ്റ്. ഇതൊരു സ്നാക്കായോ സ്റ്റാർട്ടറായോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ ചിക്കൻ 65ൻ്റെ ഒറിജിനൽ പിന്നിൽ, അതായത് ഇത് എവിടെ ഫസ്റ്റ് ഉണ്ടായി എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ചിലർ പറയാറുണ്ട് 65 സ്പൈസസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്, ചിലർ പറയും 65 ഡേയ്സ് ആയ ചിക്കൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണെന്നൊക്കെ. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ചെന്നൈ ബുഹാരി റെസ്റ്റോറൻറ്റിലാണ്. അവരാണ് ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അവിടെ ചിക്കൻ 72, ചിക്കൻ 80, സ്റ്റിൽ ചിക്കൻ 90 ഒക്കെ സെർവ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നു, നമുക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊക്കെ പേരിലിരുന്നാലും ഏതൊക്കെ കഥകളിലിരുന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ 65. നിങ്ങൾ ട്രൈ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അല്ലെങ്കിൽ മെയിലിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.